ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. ഇതിലേക്ക് നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്തിട്ടാണ് ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. സാധാരണ ഞങ്ങളുടെ നാട്ടിലൊന്നും ചേർക്കാത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നിങ്ങൾ ചിലപ്പോൾ ചേർക്കുന്നവരുണ്ടാകാം. അപ്പോൾ എന്തായാലും ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ തന്നെയാണ്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. ഈ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് മീഡിയം സൈസിലുള്ള ചിക്കൻ്റെ പീസസ് ആണ് കേട്ടോ. ഞാനിവിടെ ഇത് ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തിയെടുത്തതാണ്. ഇതിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ ചേരുവകളായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. തൈര് ചേർക്കുമ്പോൾ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. കോഴിമുട്ട വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളിതിലേക്ക് ഓൾറെഡി തൈര് ചേർത്തിട്ടുണ്ട്. തൈരും കോഴിമുട്ടയൊക്കെ നമ്മുടെ ചിക്കനെ സോഫ്റ്റ് ആക്കുന്നതാണ്. ഇനി ഇതിലേക്ക് അല്പം പച്ചമുളക് അരിഞ്ഞതും അല്പം കറിവേപ്പിലയും മല്ലിയിലും ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മല്ലിയിലയും കറിവേപ്പിലയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇനി ഇതിന് നല്ലൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ ഫ്രൈയെ സ്പെഷ്യൽ ആക്കുന്ന ആ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 3/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതാണ്. നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ വലിയ ജീരകത്തിൻ്റെ പൊടി, അതായത് പെരുംജീരകത്തിൻ്റെ പൊടിയാണ് അധികം ചേർക്കുന്നത്. ചെറിയ ജീരകം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാറില്ല. തന്തൂരി ചിക്കനൊക്കെ ചെയ്യുമ്പോൾ എടുക്കാറുണ്ട്. നിങ്ങളിനി ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്തും ഈ ചെറിയ ജീരകത്തിൻ്റെ പൊടിയൊന്ന് ചേർത്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. നമുക്കറിയാമല്ലോ ചെറിയ ജീരകത്തിന് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ചിക്കനിലൊക്കെ പിടിച്ചിട്ട് അതിൻ്റെ ആ ഒരു ടേസ്റ്റാണ് ഈ ചിക്കൻ ഫ്രൈയിൽ മുന്നിട്ട് നിൽക്കുക. അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതെല്ലാം കൂടെ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 മണിക്കൂറാണ് ഈ ചിക്കൻ വെക്കുന്നത്. 1/2 മണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഇത് മീഡിയം സൈസിലുള്ള പീസായതുകൊണ്ട് തന്നെ വെരി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ ഫ്രൈ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്